സല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. ഹിജ്റ 11 റബീഉൽ അവ്വൽ മാസം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗശയ്യയിലാണ്. തങ്ങളുടെ എല്ലാമെല്ലാമായ നേതാവിനെ കാണാൻ സ്വഹാബികൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹായുടെ വീട്ടിലേക്ക് ധൃതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങും ദുഃഖം തലംകെട്ടി നിൽക്കുന്ന അന്തരീക്ഷം. എല്ലാ മുഖങ്ങളിലും ദുഃഖത്തിന്റെ കാർമുകിൽ മാത്രം. ആരുമൊന്നും മിണ്ടുന്നില്ല. എങ്ങും കനത്ത നിശബ്ദത. പലരും കണ്ണുനീർ വാർത്തിരിക്കുകയാണ്. ചിലർ ദുഃഖം കടിച്ചിറക്കാൻ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപുത്രി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കയറി വരുന്നത്. ഫാത്തിമ ബീവിയുടെ മുഖം വിവർണമാണ്. സഹിക്കാനാകാത്ത സങ്കടം ആ മുഖത്ത് നിന്നും ആർക്കും വായിച്ചെടുക്കാം. മഹദി നേരെ പിതാവിനടുത്ത് വന്നിരുന്നു. കണ്ണുകളിൽ നിന്നും അശ്രുഗണങ്ങൾ കവളിലൂടെ ചാലിട്ടൊഴുകി. നബിതങ്ങൾ തലയുയർത്തി നോക്കുമ്പോൾ പ്രിയപുത്രി ഫാത്തിമ ബീവി കരയുകയാണ്. അവിടെന്ന് ചോദിച്ചു, ഫാത്തിമ, എന്തിനാണ് കരയുന്നത്? അങ്ങേക്ക് ശേഷം എനിക്കാരാണുള്ളത് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമാധാനിപ്പിച്ചു പറഞ്ഞു, മോളെ ഫാത്തിമ, നീ എന്തിന് കരയണം? ഓർത്തു നോക്കിയാൽ വലിയ ഭാഗ്യവതിയല്ലേ നീ.